ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി എണ്ണ പലഹാരമാണ് കേട്ടോ. അപ്പോൾ അത് ഈത്തപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഈത്തപ്പഴം കൊണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള അപ്പോൾ മാവ് റെഡിയാക്കണം. അപ്പോൾ മെയ്ത വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ മെയ്ത പൊടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടത് മാവാക്കിയിട്ട് അതിലേക്ക് പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവൊന്ന് സെറ്റായി കിട്ടണം. അപ്പോൾ ഇനി ഈത്തപ്പഴം പൊരിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഈത്തപ്പഴം നമുക്ക് കുരുവൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കണം. അതേപോലെ തേങ്ങ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് ചിരകിയിട്ട് വെക്കണം. എന്നിട്ടൊരു ജാറെടുത്തിട്ട് നമ്മൾ ഈ ഈത്തപ്പഴം ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങ ചിരകിയ തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൂന്നാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എന്നിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ബോളാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇത് ബോളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കിയ മാവുണ്ടല്ലോ അതിൽ മുക്കിയിട്ട് ഇത് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് പെട്ടെന്ന് ഈത്തപ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ്. നോമ്പ് കാലത്തും അല്ലാതെ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഈത്തപ്പഴം വെച്ചുണ്ടാക്കുന്ന ഈ സ്നാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഈത്തപ്പഴം പൊരിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെ പൊരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനൊരു ആഗ്രഹം കേട്ടോ. അതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയത്. അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.